പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാൻ ആഗതമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കുകയും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കുകയും വലിയ വലിയ പിശാചുക്കളെയൊക്കെ ബന്ധിക്കുകയും ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ നിങ്ങൾക്ക് പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അള്ളാഹു സൂറ നിസായിൽ പറയുന്നത് കാണാം, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മടക്കത്തെ സ്വീകരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങാനാണ്. പക്ഷേ വയുരീദുല്ലദീന യത്തബിഊന ഷഹവാത്ത്, ഷഹവാത്തുകളെ, ഇച്ഛകളെ, പാഷൻസിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അവർ ആഗ്രഹിക്കുന്നത് അൻ തമീലു മൈലൻ അലീമ, വൻതോതിൽ നേർവഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകണമെന്നാണ് അവരുദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങളിൽ നിന്ന് ഭാരത്തെ കുറച്ച് തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഭാരം കുറച്ച് നിങ്ങൾക്ക് ലഘുവാക്കി തരണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വഖുലിക്കൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ വളരെ ലഈഫായിട്ട് ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ അവൻ്റെ ഇച്ഛകൾക്ക്, പാഷൻസിന് അടിമപ്പെട്ട്, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നേർമാർഗത്തിൽ നിന്ന് വൻതോതിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുക എന്നത്, അവൻ്റെ പാഷൻസിനെ, ലസ്റ്റുകളെ ഫോളോ ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ആത്യന്തികമായിട്ട് വലിയ ഭാരമായിട്ട് മാറും. അതേസമയം മനുഷ്യന് ഭാരത്തെ ഇറക്കി വെക്കുന്നത് അള്ളാഹു അവനെ അവൻ്റെ പാഷൻസിന്, അവൻ്റെ ലസ്റ്റുകൾക്ക് അടിമപ്പെടാതെ അവനെ നേർവഴിയിൽ നയിച്ചുകൊണ്ടാണ്. സൂറ നിസായിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, ജഹാലത്ത് കൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യസ്ഥനാണ്. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്, ജഹാലത്ത് കൊണ്ട് മാത്രമാണ് മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നത്. ജഹാലത്തെന്ന് പറഞ്ഞാൽ വികാരത്തിന് അടിമപ്പെടുക, ധൃതിയിൽ എന്തെങ്കിലും എടുത്തുചാടി ചെയ്യുക, അതിനാണ് ജഹാലത്തെന്ന് പറയുക. വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് എടുത്തുചാടി നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അത്തരം ആളുകളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അവരുടെ മടക്കത്തെ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു അവരിലേക്കും മടങ്ങും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാൽ വികാരങ്ങൾക്ക് അടിമപ്പെടാത്ത ഒരു മനുഷ്യനായി തീരുക എന്നുകൂടിയാണ്. വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ആളുകൾ അവർ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അവരുടെ മുതുകത്ത് ഭാവിയിൽ വലിയ ഭാരം അവർ ചുമക്കേണ്ടി വരുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഭാരം ഇറക്കി വെക്കാനാണ്. അള്ളാഹു പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പ് കൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് വികാരങ്ങളിൽ നിന്ന് മുക്തരായി കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട പിശാചുക്കളെയൊക്കെ അള്ളാഹു ബന്ധിക്കും എന്ന് പറഞ്ഞത്. പ്രധാനപ്പെട്ട പിശാചുക്കളെ ബന്ധിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ പിശാചുക്കൾ വീണ്ടും നമ്മളെ വഴിതെറ്റിക്കാനുള്ള തക്കം പാർത്ത് നിൽക്കുന്നുണ്ട്. അവരിൽ നിന്നുകൂടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ റമളാൻ മാസത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കാനാകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.